നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ ആണ്. ഇതൊരു ചൈനീസ് ഡിഷാണ്. ഇതിൽ ഒരുപാട് സോസസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ചിക്കൻ, അണ്ടിപ്പരിപ്പ്, പഞ്ചസാര, ചില്ലി ഫ്ലേക്സ്, കോഴിമുട്ട, ഉപ്പ്, ചില്ലി സോസ്, സോയ സോസ്, ടൊമാറ്റോ സോസ്, സ്പ്രിംഗ് ഒനിയൻ, capsicum, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, കോൺഫ്ലോർ. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ചിക്കനിൽ കുറച്ച് ഉപ്പിടാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു കോഴിമുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ചിക്കൻ ഒരു 20 മിനിറ്റ്സ് മാറ്റി വെക്കുക. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യണം. അതിനായിട്ട് പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കൻ ഇപ്പോൾ ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. അടുത്തതായിട്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കണം. അതിനായിട്ടൊരു പാൻ എടുക്കാം. അതിലേക്കും ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഞാൻ കുറച്ച് അധികം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ഹാഫ് ക്യാപ്സിക്കം ക്യൂബ്സായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ 4 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അവസാനമായിട്ട് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. സോസുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ അളവിനനുസരിച്ചിട്ട് എടുക്കാം. ടൊമാറ്റോ സോസ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ചെടുക്കാം. അതൊക്കെ നിങ്ങളെ അളവനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇനി ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രേവിയിലേക്ക് ഇനി 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുള്ള വെള്ളം ചേർക്കുന്നതായിരിക്കും നല്ലത്. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ്. ഗ്രേവി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഗ്രേവിയൊക്കെ ചിക്കൻ്റെ മേലെ നന്നായിട്ട് കോട്ട് ചെയ്യുക.
ഗ്രേവി നല്ല ഡ്രൈ ആവുന്നത് വരെ കുക്ക് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലുള്ള ഗ്രേവിയൊക്കെ ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഞാനതിപ്പോൾ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ട് യൂസ് ചെയ്തിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല സോസി ഫ്ലേവറുള്ളൊരു ചിക്കൻ കറിയാണിത്. അപ്പോൾ അതെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.